മേടിക്കാത്തൊരു വിഷമമുണ്ടോ? അതിനടി എനിക്ക് അങ്ങനെയുള്ള വിഷമം ഉണ്ടായിരുന്നു. നേരത്തെ കരഞ്ഞായിരുന്നു. അടി കൂടോ? ഞങ്ങൾ ഹാപ്പിയാ എന്നൊക്കെ കാണിക്കും. അങ്ങനെ കാണിക്കും. ആക്ഷനിലൂടെ വരുന്നുണ്ട് എന്ന് കാണിക്കും. അല്ല ഡാർലിങ് എടാ മുത്തേ എന്നൊക്കെ അല്ലേ. ഇതൊക്കെ കരഞ്ഞ ആൾക്കാരിനെ ചെരുപ്പൂരിയാണ്. ഇതിനൊക്കെ കരഞ്ഞാൽ ആൾക്കാർ ചെരുപ്പൂരി എനിക്ക് ഉപേക്ഷിച്ചു പോവാൻ പറ്റില്ല. നിനക്കോ? എനിക്കും പറ്റത്തില്ല. എനിക്ക് ഉപേക്ഷിച്ചു പോവാൻ പറ്റില്ല. നിനക്കോ? ഹലോ, നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അതെ, ഞങ്ങള് എന്താ പരിപാടി വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ മികച്ച 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതെ, ഭയങ്കര സംഘർഷഭരിതമായ ഒരു സിനിമയുടെ ക്ലൈമാക്സ്, സിനിമയുടെ ഒരു സംഭവം പോലെയാണ്. ഫസ്റ്റ് കാവിൽ 6 വർഷം, പിന്നെ അതിന് മുന്നേ കുറെ വർഷമുണ്ട്. 9 വർഷം, 15 ഇയേഴ്സ് ആയിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അതാണ് ഏറ്റവും വലിയ സംഭവം. അപ്പം ഇന്ന് ലിജിക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് എൻ്റെ ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പ്ലാൻ എന്തോ അതൊക്കെ അസ്തമിച്ചു പോയി. എന്താ പറ്റി കാര്യം? അമ്മയുടെ ഒരു അപ്പച്ചി മരിച്ചു. അമ്മ അങ്ങനെ രാവിലെ അങ്ങ് പോയി. അപ്പോൾ ഇത് വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ലിജിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞാൻ ലിജിനെ തിരുവനന്തപുരത്ത് കൊണ്ടുവരാനായിട്ട് ഞാൻ 2 ദിവസം മുന്നേ വാവയുടെ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ രാവിലെ ഞാൻ ഉറക്കത്തിൽ എനിക്ക് വാവ അമ്മയും കൂടെ ഇടുക്കി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്നു. ഇല്ല ലിജി, ഞാൻ പ്ലാനിങ് എല്ലാം നടത്തി വെച്ചിരുന്നതാണ്. രാവിലെ ആയിട്ടപ്പം അവർ ഇടുക്കിക്ക് പോകാൻ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ എൻ്റെ പ്ലാനുകൾ കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തു. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് വേണം ചെയ്യാമായിരുന്നു. ഞാൻ പിന്നെ ഒരാളെ കൂടെ കൊണ്ടുപോയില്ല യാത്ര ചെയ്യുമ്പോഴേ. പിന്നെ അമ്മ ഇല്ലാഞ്ഞിട്ടല്ലേ, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് പോയേനെ. പിന്നെ അവരൊന്നും പോയണ്ടല്ലോ കേട്ടോ, ഞാനല്ലോ പ്ലാനൊക്കെ ചെയ്തേനെ കേട്ടോ. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഉണ്ടപ്പോൾ ഒരു രസമുണ്ട്. എല്ലാവരും കൂടെ ഉള്ള ഒരുമിച്ചൊരു സ്ഥലത്ത് പോയിട്ട് ഒരു പ്ലാനിങ് ഒക്കെ ചെയ്ത് ഒരു സർപ്രൈസൊക്കെ ലിജിക്ക് കൊടുക്കുമ്പോൾ ഒരു രസകരമായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാവരെയും പ്ലാൻ ചെയ്ത് വെച്ചിട്ട്. പക്ഷേ അതിങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ പ്രധാനമായിട്ട് അപ്പോൾ ഇന്ന് ആശുപത്രി പോക്ക് എന്താ ക്യാൻസൽ ചെയ്തേ? എനിവേ, എലിക്കുട്ടമ്മേനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഇന്ന് കേട്ടോ. അതിൻ്റെ കൂടെ ആയിട്ട് ഇനി സർപ്രൈസ് പ്ലാൻ ചെയ്തേ. അപ്പം അടുത്ത ആഴ്ച ആശുപത്രി പോകാമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇപ്പോൾ ഇടുക്കി പോയേക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ പ്ലാനുകളൊക്കെ അങ്ങനെ അവിടെ വെച്ചിട്ട് ഫുൾ പ്ലാൻ പൊളിഞ്ഞു പോയി. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്ത് അനുപമ നിമ്മി എന്ന് പറഞ്ഞിട്ട് ആഡം വെച്ചിട്ട് ഒരു യൂട്യൂബിൽ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്നൊരു ഇൻഫ്ലുവൻസർ ഉണ്ട്. അപ്പോൾ ഓക്കെ, അതെ അമ്മതെ കറിക്ക് എന്താ വെച്ചാൽ ഇന്നിപ്പം വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ലിജിയെ സംബന്ധിച്ചിടത്തോളം ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഇതൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സംഭവമുണ്ട്. ഇപ്പം ലിജി ഇവിടുന്ന് എന്താണ് ഇപ്പോൾ കറിഞ്ഞത്? അപ്പോൾ എല്ലാവരും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഒരു വിഷമമുണ്ട്. അപ്പോൾ ലിജിയെ സംബന്ധിച്ചോളം ബർത്ത്ഡേ ആനിവേഴ്സറി ഇതൊക്കെ പറഞ്ഞാൽ ലിജിക്ക് ഭയങ്കര സംഭവമാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഇവൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാത്തൊരു വേറൊരു കരച്ചിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സ് വാങ്ങിക്കാത്ത എന്താ വെച്ചാൽ അവളെ അവിടെ കൊണ്ടുപോയിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് വാങ്ങി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ കേട്ടോ. അതായത് ക്യാഷ് അവൾ തന്നെ തരണം മേടിക്കാനായിട്ട്. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ വാങ്ങിച്ചു കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ക്യാഷ് എനിക്ക് തരും. കൊള്ളാവോ? അപ്പം ഞങ്ങൾ ഇന്ന് അമ്മ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അമ്മയുടെ വീട്ടിൽ. കാരണം സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ എന്താ പ്ലാൻ ചെയ്ത് ഞാൻ എൻ്റെ മനസ്സിൽ അന്നേരം ഉണ്ടായിരുന്നു ലിജീനായിട്ട് തിരുവനന്തപുരത്ത് പോവാ. അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ റോഡ് റെഡി ആയില്ല, അവിടെ കുഴിച്ചിട്ടേക്കും. അപ്പം നമ്മളെന്താ വെച്ചാലേ ഇവിടെ ആരാടല്ലേ വരുന്നത്, എനിക്ക് എവിടെപ്പാണ് കക്ക പഠിക്കാന്നോ? ചോദിക്കട്ടെ, വെള്ളത്ത് വേദിക്കോട്ടെ ഇട്ടാലോ?
ട്യൂഷനാ? ട്യൂഷൻ എടുക്കുന്നുണ്ടോ അവിടെ? എടുക്കുന്നുണ്ടോ? ആണോ? എടുക്കുന്നുണ്ടോ? പഠിക്കുന്നു. അപ്പോൾ നമ്മുടെ ശ്രീകുട്ടി ട്യൂഷൻ എടുക്കണം. സാറിന് ഞാനിപ്പോൾ ട്യൂഷൻ എടുക്കുന്ന കേട്ടോ. ഞാൻ നല്ല അടിയും കൊടുക്കുന്നു, നല്ല കരച്ചിലൊക്കെ അരിച്ചിട്ടാണ് ഉറങ്ങുന്നത് കേട്ടോ. കാരണം പെട്ടെന്ന് പഠിക്കുവാൻ, പക്ഷെ അവനെ കളിയാണ് കൂടുതൽ മെയിനായിട്ട്. പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് പഠിക്കും, കണക്കായാലും എന്തായാലും. പക്ഷെ അവന് ക്ലാസ്സിലൊന്നും പഠിക്കാത്തെന്ന് പറഞ്ഞ് എന്നും ടീച്ചർമാർ പറഞ്ഞ് എഴുതി വിടും. അങ്ങനെയും ചെയ്യട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ക്ലാസ്സിലെ ടോപ്പറൊന്നും അല്ല, ബാക്ക് ബെഞ്ചറാണോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കളിക്കാനൊന്നും പോകത്തില്ല, വീട്ടിൽ തന്നെയാണ് കേട്ടോ. മീൻ പിടിക്കാനൊക്കെ പോകട്ടോ. കണ്ണ് തെറ്റിയ അപ്പോൾ നമ്മളെന്തോ പറഞ്ഞുകൊണ്ടിരുന്നത് വേറെന്താ ശ്രീകുട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞെത്തിയത്. അപ്പോൾ ശ്രീകുട്ടിൻ്റെ ട്യൂഷനോട് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് മുന്നേ ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം നിമ്മി, അനുപമ നിമ്മി പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് അറിയാം. നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടുള്ളവരൊക്കെ മിക്കവാറും അനുപമയുടെ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അനുപമയെ ഞാൻ ലിജിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഗിഫ്റ്റ് ഹാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരുടെ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. പിന്നെ ഞാൻ പുള്ളിക്കാരി ഒരു സിംഗിൾ പേരൻ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കാര്യം ചെയ്യുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ എന്നൊക്കെ കരുതി. പിന്നെ ഭയങ്കര സ്ട്രോങ് ലേഡിയാണ്, ഒരുപാട് ഭയങ്കര സ്ട്രോങ് ലേഡിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇൻഫ്ലുവൻസറാണ് ലിജിനെ. ഞാനാണ് കാണിച്ചു കൊടുക്കുന്നത് അവൾ അല്ലേ. അപ്പോൾ ലിജി എപ്പോഴും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഇൻഫ്ലുവൻസറാണെന്നൊക്കെ പുള്ളിക്കാരുടെ കാര്യം പറയട്ടോ. പക്ഷേ വളരെ ജെന്യൂനായിട്ട് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ എല്ലാ മനുഷ്യന്മാർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു നെഗറ്റീവ് പറഞ്ഞല്ല, അതിനകത്തൊന്ന് നെഗറ്റീവ് ഇടുന്നവന്മാരെ കാര്യം പറഞ്ഞേട്ടോ. അതിനകത്തൊന്നും ഒരു കംപ്ലൈൻറ്റ് നെഗറ്റീവ് ഇടുന്നവർ ഓരോരുത്തർക്കും ഓരോ പ്രശ്നമുണ്ട്. അതുപോലെ അവൾക്കും പ്രശ്നം ഉണ്ടാവും. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അവരുടെ ഒരു വെൽവിഷറാട്ടോ. അപ്പം അങ്ങനെ സംഭവം കേട്ടോ. അപ്പം ഞാൻ ആ പുള്ളിക്കാരി എടുത്തോട്ട് എനിക്ക് സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ ഇളയ കൊച്ചിനെ ലിജിക്ക് ഇളയ കൊച്ചിനെ ഭയങ്കര ഇഷ്ടം. അവൻ്റെ പേര് ആദം എന്ന് കേട്ടോ. ആദം എന്നാന്ന് തോന്നിട്ടോ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ഞങ്ങളുടെ വെഡിങ് മാനേജറൊക്കെ ഒരേ ദിവസമായിരുന്നു. പെങ്കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ചോടാ എനിക്ക് തെറ്റിപ്പോട്ടെ, ഞാൻ വെച്ചാൽ അവൻ്റെ ആയിരിക്കും കേട്ടോ. അപ്പം ബർത്ത്ഡേ ഒരുമിച്ച് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി നമ്മളെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് ക്ഷണിച്ചേട്ടാ ഇന്ന് വരണം. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഭയങ്കര വിഷമമായിപ്പോയി ആ ബർത്ത്ഡേക്ക് പോകാൻ പറ്റാത്തത്. കാരണം നമ്മൾ എന്താ പറയുക, നമ്മൾ അങ്ങനെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് വരാത്തവരെ ആളെന്ന രീതിയിൽ ഓർമ്മിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ഭയങ്കര വിഷമട്ടെ. ഞങ്ങൾക്ക് ഇത് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ കാരണങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് പോകാൻ പറ്റാത്തത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിവാഹ വാർഷികാഘോഷത്തിൽ ഇത്രയും കാര്യങ്ങളൊന്നും അല്ല പറയാനുള്ളത്, വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതുവരെ ജീവിതത്തിൽ ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ പോകാൻ പറ്റി. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഞങ്ങളുടെ ഈ ഒരു ജീവിത ലൈനപ്പ് ഇങ്ങനെ സിനിമയായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് സർവൈവൽ സീക്വൻസസുകളുണ്ടായിരുന്നു, ത്രില്ലർ നിമിഷങ്ങളുണ്ടായിരുന്നു, ശരി ഇമോഷണൽ രംഗങ്ങളുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഫുൾ ലാഗടിക്കുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഈ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കടന്നുപോയി. സെക്കൻഡ് ഹാഫിൽ ഇനി നായിക ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നൊരു സീനാട്ടോ അല്ലേ ലിജി? നായിക ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന അത്യുഗ്രൻ രംഗങ്ങളാണ് ഇനിയുള്ളത്. അത് സെക്കൻഡ് ഹാഫിലാണ് വരുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്രയും കാലം നമ്മളെ കൂടെ നിർത്തി സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാനായിട്ട് ഞങ്ങൾ ഇവിടം വരെ എത്തിച്ച, ഞങ്ങളുടെ കൂടെ നിന്ന് സഹായിച്ച് ഞങ്ങളെ എല്ലാ രീതിയിലും സഹായിച്ച, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, സ്നേഹം തന്ന് സപ്പോർട്ട് ചെയ്ത, ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണ തന്ന് നൽകിയ നിങ്ങൾ ഓരോരുത്തരോടും ജീവിതത്തിൽ എന്നും കടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഒരുപാട് സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹം അല്ലേ ലിജി? എനിക്കെന്താ പറയാനുള്ള കാര്യത്തിൽ? ഇതുവരെ എനിക്കും സന്തോഷം. പിന്നെ ഒരുപാട് സന്തോഷം. ഇന്നലെ ഒരുത്ത കാണാൻ വന്നായിരുന്നു. അവരൊക്കെ ഞാൻ കിടന്നപ്പോട്ട് കാണുന്നവരാ. അതെ, 4 വർഷമായിട്ട് അവരതൊക്കെ പറയുമ്പോ എനിക്ക് തന്നേരം കൊണ്ട് അതെ എന്ത് ചെയ്യാന്നായില്ല. അതെ, എന്നെ തയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും വലിയ നന്ദി രേഖപ്പെടുത്തുന്നു അല്ലേ. അപ്പം അത് എനിക്ക് പറഞ്ഞേക്കാം, നമ്മൾ ഇത്രയും വർഷം ഒരുപാട് നല്ല മനുഷ്യരുടെ മനസ്സിൽ ഇടം പിടിച്ച് അവിടെ തന്നെ ഇരിക്കാൻ
ആ മനസ്സിൽ ഇടം പിടിച്ചിരിക്കാൻ പറ്റിയെന്ന് പറയുമ്പം ജീവിതത്തിലെ ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നു. പിന്നെ ഞങ്ങള് ഇവിടൊക്കെ ക്യാമറയുടെ മുമ്പിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളൊരു എഡിറ്റിംഗ് ചെയ്യുന്നില്ല, മായവും കാണിക്കുന്നില്ല. ഇതുപോലെ തന്നെ കൂട്ടൻ എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ കൂട്ടാൻ്റെ അടുത്ത് പെരുമാറുന്നൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയാടേ. ഞാൻ പറയുന്നേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ധൃതി പിടിക്കുന്നതെന്ന് വെച്ചാലേ ഞാനും അമ്മയും കൂടെ ചിക്കൻ കറി വെച്ചോണ്ടിരുന്നേ. ഞങ്ങൾ ഇന്ന് അമ്മാമ്മ വീട്ടിൽ പോയിട്ട് അവിടെ ആയിരുന്നു കേട്ടോ. ആ മരണ വീട്ടിലായിരുന്നു. മരണ വീട്ടിൽ പോയിട്ട് പിന്നെ അവിടുന്ന് ഭക്ഷണമൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വൈകുന്നേരം അമ്മയുടെ ചേച്ചി വസ്തുതമ്മയും അച്ഛനും സുരാച്ചനും ഉണ്ടായിരുന്നു, സുരാജണ്ണൻ ഉണ്ടായിരുന്നു, മാമനും മാമിയും ഉണ്ടായിരുന്നു, പിന്നെ മാമൻ്റെ 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയാളെയും കൊണ്ട് ഞങ്ങൾ വന്ന്. ഒരു വാവ എറണാകുളത്തിന് പോയപ്പോൾ വേറൊരു വാവ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഇതൊരു വാവയാണ് കേട്ടോ. അവളെ ഞങ്ങൾ വിളിക്കുന്നത് വാവയെന്നാണ്. അപ്പോൾ ഒരു വാവ ഇടുക്കിക്ക് പോയപ്പോൾ ഞങ്ങൾ വേറൊരു വാവ ഇറക്കുമതി തരട്ടെ ഞങ്ങളുടെ ബർത്ത്ഡേ കിട്ടി. അപ്പോൾ വാവയും ശ്രീകുട്ടനും കൂടെ ബർത്ത്ഡേ സോറി വെഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പോൾ വാവയും ശ്രീകുട്ടനും കൂടി ഇവിടെ പോയേക്കുക. നമ്മുടെ അവിടെ കായലിൻ്റെ അവിടെ കാണാൻ അങ്ങോട്ട് പോയിട്ട് നടക്കാൻ പോയത് അവിടെ നിൽക്കും. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും അമ്മ ഒന്ന് വാ കൊണ്ടുപോകാനായിട്ട്. അപ്പം ആദ്യം ഞാൻ അവരെ പോയി വിളിച്ചുകൊണ്ട് കേട്ടു. കുറേ നേരം കേട്ടോ, 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അരമണിക്കൂർ മേളിലായി അവരവിടെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ എന്താ നിങ്ങൾ പറയായിരിക്കും ചിലപ്പോൾ എനിക്കിന്ന് ഭയങ്കര സന്തോഷം എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. വേറെ ഒന്നുമല്ല, ഇന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ. അപ്പോൾ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ, അതുകൊണ്ട് സന്തോഷിക്കാൻ കേട്ടോ. ബാക്കിയൊക്കെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ ഒരു കാര്യം പഠിച്ചതെന്ന് വെച്ചാൽ ഇനി എന്ത് വന്നാലും സങ്കടപ്പെടാൻ ഒന്നിനും സമയമില്ല. വേറെ ഒന്നും കൊണ്ടല്ല. ഇത് ഞാൻ പറഞ്ഞിട്ട് നാളെ എനിക്ക് സങ്കടമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനെ പറയണം. വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളിത് സങ്കടപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ വിഷമിച്ച് ഇതൊന്നും അവസാനിക്കാൻ പോകുന്നതേ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. പൈസയുടെ കാര്യത്തിൽ പൈസയുടെ കാര്യത്തിൽ മാത്രമേ ഒരു ബുദ്ധിമുട്ട് തോന്നാറുള്ളൂ. വീൽ ചെയർ ഇരിക്കുന്നു. അതെ അതെ. നന്നായിട്ടാ നോക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി കേട്ടോ. ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പയ്യെ അകത്തേക്ക് കയറാൻ പോവാണ്. പിന്നെന്താ പറയുന്നത്, ഞങ്ങൾ ഫിസിയോതെറാപ്പി സെൻ്ററിൽ വീണ്ടും പോയായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഇടാതിരുന്ന വേറെ ഒന്നും കൊണ്ടല്ല, അത് വീഡിയോ ഫുള്ളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ പോയി അപ്പോയിൻമെൻറ്റ് നാളെ വരാമെന്നും പറഞ്ഞ് പോയി. അതിനുശേഷം ഇപ്പോൾ ഒരാഴ്ച ഞങ്ങൾ പോയില്ല കേട്ടോ. പിന്നെ അതിനുശേഷം ഞങ്ങളുടെ സാമ്പത്തികം ഒന്ന് വെറുതെ വീണ്ടും ഒന്ന് താഴെ പോയി ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പം ഇതൊരു ഇങ്ങനത്തെ ഞങ്ങൾ എൻ്റെ കൂടെ ഉള്ളൊരു ചെറിയ നിമിഷം ഞങ്ങൾ വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹെൽത്ത് എല്ലാം ഓക്കെ ആയി. അത് മാത്രം പറയാൻ പറ്റില്ല, വിട്ടുപോയി, സോറി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 1.5 ആഴ്ചയായിട്ട് എനിക്ക് ഭയങ്കര ബ്ലീഡിങ്ങും പ്രശ്നങ്ങളുമായിരുന്നു. ഭയങ്കര ബ്ലീഡിങ്. ഞാൻ ആ വണ്ടി ഓടിച്ച് എറണാകുളത്തൊക്കെ പോയി. അതിനുശേഷം വന്ന് ലിജീനെ 2-3 ദിവസമൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതൊക്കെ മാറിയിട്ടുണ്ടായിരിക്കുന്നു. അങ്ങനെ 2-3 ദിവസമൊക്കെ എടുക്കുകയൊക്കെ ചെയ്ത് ഒന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പയ്യെ രക്തം വരാൻ തുടങ്ങി അല്ലേ. ലിജി പേടിച്ചു പോയി അതാണട്ടെ. അപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര ബ്ലീഡിങ് പ്രശ്നമൊക്കെ അങ്ങനെ ഡോക്ടറെ പോയിട്ടുണ്ട്. അങ്ങനെ ഡോക്ടറിൻ്റെ സ്റ്റെൻറ്റെല്ലാം ഊരി തന്ന് ഞാനിപ്പോൾ ഫ്രീ ആണ്, വളരെ ഹെൽത്തിയാണ്. പഴയ പ്രശ്നങ്ങളൊക്കെ മാറി, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെയാണ്, ഗുഡാണ്, സെറ്റാണ് അല്ലേ ലിജി? ഞാൻ പഴയ പോലെ എല്ലാം എത്തി. അപ്പോൾ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഒരു കല്ലില്ലാത്ത മനുഷ്യമായിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ കല്ലുമായിട്ട് നടക്കുക. ലിജി പേടിച്ചു പോയി. ബ്ലഡ് വന്നപ്പോൾ പേടിച്ചു. ഞാനും പേടിച്ചു കേട്ടോ. ഞാൻ ഇവിടെ കുണ്ട്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോഴാണ്, അവിടെ വെച്ചിട്ടാണ് എനിക്ക് ബ്ലഡ് ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. അവിടെ ഞാൻ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ ഒറ്റ വീടിൽ വിട്ട്. അതിന് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ അത്ര കട്ടിക്കില്ലായിരുന്നു. കൂടെ പോവായിരുന്നു. ഇതല്ലാതെ ബ്ലഡ് ഒറ്റ അടിക്കാൻ പോയി. അപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോയി, കിഡ്നിക്ക് എന്തെങ്കിലും പറ്റിയെന്നുള്ള പേടി വന്നു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ സ്റ്റെൻറ്റ് എടുത്തപ്പോൾ മനസ്സിലായി സ്റ്റെൻറ്റ് താഴേക്ക് വലിഞ്ഞത്. ഞാൻ ഈ വെയിറ്റ് എടുത്തപ്പോഴേ പൊക്കിയപ്പോൾ സ്റ്റെൻറ്റ് താഴേക്ക് പോയതാണ്. ലിജി ഞാൻ 2 ദിവസം എടുത്തായിരുന്നു, അങ്ങനെ ഒരു. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. ഇനിയിപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. ബാക്കി കേക്ക് മുറിക്കുന്ന വീഡിയോ ഒക്കെ ഇതിൻ്റെ കൂടെ ബാക്കിൽ വെക്കാം കേട്ടോ. വേറെ പരിപാടികളായിട്ടൊന്നും ഇല്ല. നമ്മൾ അങ്ങനെ അമ്മ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ തരുന്ന കഴിക്കാൻ നമ്മളെന്ത് ചെയ്ത് ലിജിക്ക് ബർത്ത്ഡേ ആഘോഷിക്കണമെന്നൊരു പ്രത്യേക ഒരു ഇത് കേട്ടോ. അങ്ങനെ അമ്മ സോറി ഞാനിത് ക്യാമറയിലേ ഭയങ്കര ഈ പ്രശ്നം, വെട്ടത്തിൻ്റെ കുറവ്. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ എടുത്തേനെ കേട്ടോ. അപ്പോൾ ഞാൻ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയാത്തതുകൊണ്ട് ഈ കൊച്ചനെ എന്നെ തിരുത്തും അടയ്ക്കുന്നു, ബർത്ത്ഡേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അമ്മ വരുന്ന വഴിക്ക് അമ്മ പറഞ്ഞു എന്നാൽ ഇന്ന് ചിക്കനും ഫ്രൈഡ് റൈസും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 കിലോ അരി കഴിഞ്ഞ ദിവസം അവൾ നിൽക്കുന്ന കടയിൽ
ഓഫർ സെയിലിൽ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് 2 കിലോ അരി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചിക്കനും വാങ്ങിയിട്ട് വന്നു. ചേച്ചി കൊണ്ടുവന്നേ അരിയാണ് ഇട്ടത്. ആ ബസ്മതി റൈസ് അത്. അപ്പോൾ അത് വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അമ്മ അവിടെ ചിക്കൻ കറിയൊക്കെ വെച്ചോണ്ടിരിക്കട്ടെ. ഞാൻ അമ്മേനെ ഇന്ന് പോയി ഹെൽപ്പ്. ആ ഞാൻ മേടിച്ചല്ല, എനിക്കറിയില്ല, കുട്ടത്തി ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞ്, എനിക്കറിയത്തില്ല. അപ്പോൾ സംഭവം എന്താ വെച്ചാലേ ഞാൻ ഉള്ളി പൊളിച്ചുകൊണ്ടിരുന്ന കേട്ടോ, ഉള്ളി വാട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. കാരണം ഉള്ളി നല്ലോണം വാടാൻ നേരത്തെ ഞാൻ ലിജിയായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. അതിന് മുമ്പേ എനിക്ക് ടാസ്ക്, ഞാൻ ശ്രീകുട്ടനെയും വാവയും പോയി വിളിച്ചുകൊണ്ട് വരട്ടെ ആദ്യം. ഇല്ലേടി നീ വരുന്ന അതിന് അപ്പുറം വരെ പോകുന്നതിന് രസത്തിന് വരണ്ട. ഞാൻ വണ്ടിയിൽ കയറണം, പോണത് കൊതുകടിക്കുന്നൊക്കെ ദൈവമേ. അപ്പം ഞങ്ങൾ എൻ്റെ പാപ്പനെ കുളിച്ചില്ലല്ലോ കേക്ക് കെട്ടിയാൻ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആരാന്ന് വെച്ചാൽ കുക്കുവാണ് കേട്ടോ, നമ്മുടെ പാപ്പൻ്റെ മോൻ. അവനാണ് ഞങ്ങളുടെ കേക്ക്. ഒരാഗ്രഹം, അവന് കേക്ക് മേടിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ അവൻ പറഞ്ഞു എന്നാൽ ഞാൻ കേക്ക് മേടിച്ചോണ്ട് ഞാൻ എൻ്റെ ഭാഗമായിട്ട് ഞാൻ മേടിക്കാം. പിന്നെ ഞാൻ അതിന് തർക്കമൊന്നും പറഞ്ഞില്ല. എന്നാൽ പിന്നെ അവൻ്റെ ആഗ്രഹം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് അവനെ ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുന്നു കേക്ക് മേടിക്കാനായിട്ട്. അവൻ കേക്ക് വാങ്ങിച്ചു വരും കേട്ടോ. ഇനി എനിക്ക് കുക്കിങ്ങിന് അമ്മയെ സഹായിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് ജോലിയുണ്ട്. അമ്മയെല്ലാം ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ട് ആകെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അമ്മയ്ക്കൊന്നത് വയ്യേ. പാപ്പനോട് പറയേ. പിന്നെ അവിടെ പറഞ്ഞു, വടക്കേ പറഞ്ഞു. അമ്മ വിളിച്ചു പറഞ്ഞു. അതെന്താ നീ ഇപ്പം അമ്മയിട്ട് വാങ്ങിച്ചു? ഞാൻ അവരെ വിളിച്ചോട്ടെ. ഇപ്പോൾ എന്നെ വീണ്ടും ഇവിടെ ഇരുത്തു കേട്ടോ. അവരവിടെ ആ കാട്ടിലങ്ങാണ്ട് നിൽക്കുമോ, കായലിലവിടെ കണ്ട്. അപ്പോൾ ഞങ്ങൾ പോട്ടെ. ഞാൻ ഇനി മെയിനായിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് വന്നിട്ടേ അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കണം. നീ ഇങ്ങോട്ട് പോകണോ? കേക്ക് കട്ടിയാൽ എടുത്ത് തരണമെന്ന് പറയാം. ആദ്യം കാല് പൊക്കി നോക്ക്. എടി ശ്രീകുട്ടി, ഞാൻ പോയിട്ട് വരട്ടെടി. ഇവിടെ പോണോ? പാപ്പ തോട്ടിപ്പണ്ട് ഉറക്കപ്പ. ഇത് കാല് പൊക്കി വെക്കെന്നാ. ഇന്ന് ഞങ്ങളെ അങ്ങോട്ട് വരാൻ സമയമില്ല. വെഡിങ് ആനിവേഴ്സറിയാണ്. വരണം, കേക്ക് മുറിക്കാന്ന് നേരത്തെ വരണം. ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയാ. ആ ഞാനേ അവര് നടക്കാൻ പോയി. അവരവിടെ ഇസോളായിക്കോ. അവരെപ്പോൾ വിളിച്ചോട്ടെ, സമയമില്ലതാ. നമ്മൾ കറിയൊക്കെ എടുത്ത് ഞാൻ സവാള വാട്ടി പോയിട്ടാ. അപ്പോൾ ഈ കറി ഒരുപാട് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. സംഭവം ഒരുപാട് പേരുണ്ട്. എനിക്ക് എല്ലാവരും വിളിക്കുന്ന കുറച്ചൊന്ന്. അപ്പോൾ നല്ല ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ എന്നാലും ഇത് ചോറ് വെക്കാനേ ഞാൻ അവരെ പോയി വിളിച്ചോണ്ടിരാം. അവിടെ കണ്ട് നിൽക്കുവാ. സൈക്കിളിലല്ല പോയത്, നടന്നു പോയതാ. എന്ത് പറ്റി? പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കേക്കിട്ട് അടിപൊളിയായിരുന്നില്ലേ? വരാൻ പറയാം. അമ്മ വിളിച്ചു തരും. ഞാൻ അവരെ വിളിച്ചോട്ടെ. അപ്പോൾ ഗൈസ് ഞങ്ങളിതേ ഞാനും അമ്മയും കൂടെ ഫുഡെല്ലാം ഉണ്ടാക്കി. അപ്പോൾ ലിജിക്ക് മുടിയും കെട്ടി കൊടുത്ത്. പിന്നെ ലിജി ഇട്ടേക്കുന്ന ഡ്രസ്സ് എങ്ങനെയുണ്ട്? ചൈനീസ് പ്രത്യേക തരമുള്ള ഡ്രസ്സാണിത്. ചൈനീസ് രീതിയിലുള്ള ഡ്രസ്സാണ് കേട്ടോ. അല്ലേ ലിജി? ചുമ്മാ അത് നൈറ്റിയാണേ. ലിജിക്ക് ഒരു മരണ ചേച്ചി മേടിച്ച് കൊടുത്തത് കേട്ടോ നൈറ്റി. കുറേ നാളായിട്ട് ഇവിടെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ എന്നാൽ കരുതി എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോകും. എല്ലാവരും പാപ്പന്മാരും അനിയനുമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാം ഉണ്ടായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ലിജിനെ ഒന്ന് ഒരുക്കാൻ പോവാം. ഞാൻ വിയർത്തൊരുമാതിരി ഊപ്പാടുന്നു. ഭയങ്കര ചൂടാണ് കേട്ടോ കൂടെ. അയ്യ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ലിജിനെ ഒന്ന് ഒരുക്കട്ടെ. ഞാൻ ഒരുക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നീ എന്ത് കോനാമ്പിച്ചട കാണിക്കുന്ന പറഞ്ഞു. ഞാൻ പൊട്ടുകൂത്താ നോക്കിയിട്ട് നടക്കുന്നില്ല. ഒരു കുഞ്ഞി പൊട്ടെ കാണിച്ചേ. ആ ഇയാളെന്ത് കോനാമ്പിച്ച് കാണിക്കുന്നത്? ഇച്ചിരി ഇല്ലാതൊരു പൊട്ട്, കടുകിൻ്റെ അത്ര പോലെ ഇല്ല. ആ പെട്ടെന്ന് ഓരോരുത്തർ വന്നിട്ട് പയ്യെ വന്നിട്ട് തിരിച്ചു പോയി. അങ്ങോട്ട് പൊട്ട് തൊടറേ.
ആ സാധനം ഞാൻ തന്നെ തൊട്ട് കൊടുത്തു കേട്ടോ. കറക്റ്റ് സെൻറ്ററിലാണ് ഇവിടെ അറിയാം. തൊട്ടതിൻ്റെ പാടുണ്ടോ ചോന്നിരിക്കുന്നുണ്ടോ? തൊട്ട് കറക്റ്റ് നൈറ്റിയൊക്കെ ഇട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഗിഫ്റ്റ് വാങ്ങി കൊടുത്തില്ല. ഡ്രസ്സ് വാങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. വാങ്ങി കൊടുത്തില്ല. ഞങ്ങൾ നാളെ വാങ്ങിക്കും കേട്ടോ. ഇല്ലടി എന്നിട്ട് എന്നെ വിളിക്കുന്നു നാളെ ആരെ കാണിക്കാനാണ് ഡ്രസ്സ്? വിഷമമുണ്ടോ മേടിക്കാത്തൊരു വിഷമമുണ്ടോ? അതിനടി ആ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ കരഞ്ഞായിരുന്നു. ഡ്രസ്സ് വാങ്ങിക്കാത്തോണ്ടോ? ശേ ഞാനിന്ന് ചെയ്യണ്ടായിരുന്നു. ആ കാര്യത്തിൽ അബദ്ധം പറ്റി. എത്ര ആ എനിക്ക് പ്രകടിപ്പിക്കില്ല. നാളെ മേടിച്ചെന്നാ നിനക്ക് വിഷമം മാറുമോ? എനിക്ക് മാറൂല. മാറുമെന്ന് പറയട്ടെ എൻ്റെ വിഷമം മാറാൻ വേണ്ടിയിട്ടെങ്കിലും. ഇന്ന് രാത്രി കട അടയ്ക്കുന്നതിന് മുന്നേ സംഗതി എന്താ വെച്ചാല് നിനക്കറിയാലോ കാരണം എന്താന്ന് മേടിക്കാഞ്ഞെ. ആ പിന്നെ അത് പോട്ടെ. നമ്മള് കേക്ക് മുറിച്ചില്ലേ? നീ മേടിച്ചല്ലോ. എന്നാലും കേക്ക് മുറിച്ചില്ലേ നമ്മള്? മുറിക്കാൻ പോവാ. എന്താ എനിക്ക് അതില്ല. നീ അതിന്റെ ഇടയ്ക്കൂടെ എന്നെ സൂചിപ്പിക്കാൻ അല്ലടാ ഉള്ള കാര്യം പറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ ആൾക്കാരിനെ ചെരുപ്പൂരിയാടി. ഇതിനൊക്കെ കരഞ്ഞാൽ ആൾക്കാർ ചെരുപ്പൂരി എനിക്ക് തന്നിട്ട് മിക്ക ആൾക്കാരും ആദ്യമേ ഞങ്ങൾ ഹാപ്പിയാണെന്ന് കാണിക്കും. പിന്നെ കുറെ നാൾ കഴിയുമ്പോ ഡിവോഴ്സായി അങ്ങനെയൊക്കെ കാണുമ്പോ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചേ. അല്ല അവര് അടി കൂടോ? ഞങ്ങൾ ഹാപ്പിയാ എന്നൊക്കെ കാണിക്കും. അങ്ങനെ കാണിക്കും. ഞങ്ങള് ആക്ഷനിലൂടെ വരുന്നുണ്ട് എന്ന് കാണിക്കും. അല്ല ഡാർലിങ് എടാ മുത്തേ എന്നൊക്കെ അല്ലേ എന്നൊക്കെ പറയും. വീഡിയോ എടുത്തിട്ട് കുറച്ചാൾ കഴിയുമ്പോ അവര് പിന്നെ ന്യൂസ് കേൾക്കുമ്പോ അതുപോലൊന്നും ആയില്ലല്ലോ. നമ്മള് ഇഷ്ടമല്ലേ പരസ്പരം ഒത്തുപോകാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആവരുതല്ലോ. ആദ്യത്തെ സ്നേഹം പിന്നീട് ഇല്ലല്ലോ എന്നുള്ള അല്ലേ? അത് ശരിയാ. ശരി അവിടെ എല്ലാ ഇഷ്ടങ്ങൾ എന്താ ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ ചെയ്യും. ഇഷ്ടങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. പക്ഷെ എന്നാലും ചില മനസ്സുകൾ തമ്മിലുള്ള സ്നേഹം ചിലത് ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ എന്നും സൂക്ഷിക്കും എന്ന് പറയുന്ന പോലെയുള്ളു. ഉപേക്ഷിച്ചു പോവാൻ പറ്റില്ല. എനിക്കും പറ്റത്തില്ല. എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, നിനക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അല്ലേ? ഫൈൻ. അപ്പൊ നമുക്ക് എന്തായാലും പോയാലോ? ഞങ്ങൾ ജസ്റ്റ് ഒന്നുമില്ല, ഒരു ഈ രാത്രി എന്തിനാ ഈ എന്താ പറയുക സൺസ്ക്രീം ഒക്കെ ഇട്ടിട്ട് പോകാൻ. ഞാൻ സൺസ്ക്രീം ഇട്ടോ, വേറെ ക്രീം അല്ല. സൺസ്ക്രീം ഇട്ട, പൗഡർ ഇട്ടില്ല, ജസ്റ്റ് ഇത് ലിപ്സ്റ്റിക് ഒന്ന് കൊടുത്തു കേട്ടോ. ഇതോ ഡോക്ടർ എഴുതി തന്ന SPF 50 സ്ക്രൽ എന്ന് പറയുന്ന സൺസ്ക്രീം കേട്ടോ. ആ ഡോക്ടറെ കാണാൻ പോവാം. നാളത്തെ കളയണം. ഇത് കളയാൻ വേണ്ടി ഇന്റർനെറ്റ് ഇത് എനിക്ക് കളയണം. ഞാൻ ഇങ്ങനെ കൈ പിടിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിക്ക് അതെനിക്ക് ഇഷ്ടമല്ലേ. പോടാ സുന്ദരി.
വെളുത്ത് എന്തുവാ അവിടെ വെളുത്തുള്ളേ? അതില്ല, കുരു വന്നില്ലേ? അല്ല ഇഞ്ചക്ഷന്റെ ആ പാട് പാട് അത് ആ ഒക്കെ കളയണം. അതൊക്കെ കളയണം. വേറെ കുഴപ്പമൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. കൂട്ടി വന്നാൽ പോയി. നമുക്ക് അപ്പുറത്തോട്ട് പോയാലോ കേക്ക് കട്ട് ചെയ്യാനായിട്ട്? അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി കേക്ക്. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ പ്ലാനിങ് കാര്യങ്ങളെല്ലാം നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ലിജിക്കുണ്ട്. അപ്പോൾ അതിനകത്ത് ലിജിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഫുള്ള് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പ്ലാനുകളെല്ലാം തെറ്റി കാരണം ലിജിക്ക് പുതിയ ഡ്രസ്സൊന്നും ഞാൻ വാങ്ങിക്കൊടുത്തില്ല, ഗിഫ്റ്റൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കരച്ചിൽ നേരത്തെ കണ്ടിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എൻ്റെ പ്ലാനിങ് അവിടെ തെറ്റിപ്പോയതുകൊണ്ട് മാത്രമാണ് സംഭവിച്ചേട്ടോ. പിന്നെ ഇന്നത്തെ ഈ ഒരു ബർത്ത്ഡേ കട്ടിങ്ങും വെഡിങ് ആനിവേഴ്സറി കേക്ക് കട്ടിങ്ങും ഫുഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതിൻ്റെ ഒരു കാര്യം രാജശ്രീ കുഞ്ഞമ്മ കേട്ടോ. രാജശ്രീ കുഞ്ഞമ്മയാണ് ഇന്നിങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞത്, പിന്നീട് വൈകുന്നേരം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കേക്ക് കട്ടിങ് ആയിരിക്കും. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ അതൊക്കെ. പിന്നെ ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് ഓർക്കുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം കേട്ടോ. പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കേക്ക് കട്ട് ചെയ്യണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അതിന് ഞാൻ എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. പറ്റാത്തതിൻ്റെ കാരണം ഇതായിരുന്നു, നമ്മൾ ആ ഗിഫ്റ്റ് ഹാമ്പറിനുള്ളിൽ ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കിട്ടുമ്പോൾ പുള്ളിക്കാരി സന്തോഷമാവല്ലോ, സർപ്രൈസ് ആവുമല്ലോ എന്നുള്ള രീതി വെച്ചിട്ട് അത് പ്ലാൻ ചെയ്ത, പക്ഷെ നടന്നില്ല. കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് അതിഗംഭീരമായിട്ടൊരു ചടങ്ങ് ഒരു ഗിഫ്റ്റൊക്കെ ജിക്ക് കൊടുക്കട്ടോ. ജിക്ക് പിന്നെ എപ്പോഴും കേക്ക് കട്ട് ചെയ്ത് ആരെല്ലാം മുഖത്ത് വെച്ച് തേക്കണമല്ലോ. അപ്പോൾ അച്ഛൻ്റെ മുഖത്ത് വെച്ച് തേക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കളിയാണ് കേട്ടോ. അപ്പോൾ അച്ഛന് മുഖത്ത് തേച്ചിട്ടുള്ള ചിരിയാണ് കേട്ടോ. അച്ഛൻ പറഞ്ഞാണ്, എനിക്കറിയാം മുഖത്ത് തേക്കാൻ, അതാണ് ഞാൻ മുഖം വലിക്കുന്നത്. അത് എപ്പോൾ ബർത്ത്ഡേ എന്തെങ്കിലും ഒരു കേക്ക് കട്ടിങ് ഉണ്ടെങ്കിൽ എനിക്ക് അച്ഛൻ്റെ മുഖത്തോ തേക്കണം, അല്ല അമ്മയുടെ മുഖത്തോ എൻ്റെ മുഖത്തോ എന്തെങ്കിലുമൊക്കെ തേക്കണം കേട്ടോ. ഇപ്പം എൻ്റെ മുഖത്ത് തേച്ചില്ല, അതുകൊണ്ട് അച്ഛൻ്റെ മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് ആദർശ് ഇരിപ്പുണ്ട്. ആദർശിൻ്റെ പെങ്ങൾ ആർഷ തിരുവല്ലയിൽ കോളേജിൽ, മർത്തമ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ അവിടെ കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വിളിക്കുകയാണ്. വീഡിയോ കോളിൽ നേരിട്ട് നമ്മുടെ ചടങ്ങ് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ കണ്ണപ്പനും വിളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണപ്പന് നേരിട്ട് വീഡിയോ കോളിൽ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാജശ്രീ കുഞ്ഞും ഉണ്ടായിരുന്നു, കുക്കും ഉണ്ടായിരുന്നു. ഇന്നത്തെ കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കുക്കുമാണ് കേട്ടോ. ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എന്നാൽ ഈ കേക്ക് ഞാൻ മേടിക്കാം, എൻ്റെ ഗിഫ്റ്റായിട്ട് ഞാൻ കേക്ക് മേടിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അത് അവൻ്റെ ആഗ്രഹമായതുകൊണ്ട് അത് ഞാൻ സമ്മതിച്ചു. ആദ്യം ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു അവൻ്റെ ഒരു ആഗ്രഹമാണ്, അവൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. പിന്നെ അവനാണ് കേക്ക് മേടിച്ചത് കേട്ടോ. പിന്നെ അതേ വാവയുണ്ട്, മാമൻ്റെ മോള് വാവ സ്മൃതി. പിന്നെ പാപ്പനും കുഞ്ഞമ്മയും ഉണ്ടായിരുന്നു, കിഴക്കയിലെ കുഞ്ഞാപ്പനും രതി കുഞ്ഞമ്മ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വേറെ ചാച്ചൻ്റെ വൈഫ് സിന്ധു കുഞ്ഞമ്മ ഉണ്ടായിരുന്നു. കുഞ്ഞമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ടായതുകൊണ്ട് അടിപൊളി ഗംഭീരമായൊരു ചടങ്ങായിരുന്നു കേട്ടോ. സൂപ്പർ. അടിപൊളി കേക്ക്. അപ്പൊ ഇന്നത്തെ കേക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് സ്പോൺസറെ കുക്കു ആണോ. ഒരുപാട് താങ്ക്സ്. അടിപൊളി കേക്ക്, സൂപ്പർ കേക്ക്, അടിപൊളി കേക്ക് കേട്ടോ. നമ്മൾ സാധാരണ റെഡ് വെൽവെറ്റ് കഴിക്കാൻ വരും, പക്ഷേ എല്ലാവർക്കും ഉണ്ട്, റൂമിൽ എല്ലാവർക്കും ഉണ്ട് കേക്ക്. ഈ കുക്കറുള്ള കേക്ക്. താങ്ക് യു ഫോർ അവർ താങ്ക് യു എല്ലാവരും താങ്ക്സ്. അവിടെ എത്ര പേരുണ്ട്? എല്ലാവർക്കും ലിനിയുടാകാം ബർത്ത്ഡേ കേക്ക്. സോറി അങ്ങനെ ഇപ്പോൾ ഒരു ആഘോഷങ്ങളും ഇല്ലാതെ പോകുന്നത് ഞങ്ങളുടെ ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ശരിക്കും ഇങ്ങനെ ഒരു കളർഫുൾ സെറ്റപ്പിലേക്ക് മാറ്റി തന്നത് നമ്മുടെ കുക്കും രാശി കുഞ്ഞമ്മയുടെ മുൻകൈ എടുത്തിട്ട് ഇങ്ങനെ ചടങ്ങ് നടത്തണമെന്ന് അവർ പറഞ്ഞിട്ട് ചെയ്തുകൊണ്ട് നല്ലൊരു ദിവസമായിട്ട് കേട്ടോ. ശരിക്കും നല്ലൊരു ദിവസമായിട്ട് രുചിക്ക് മാറി. അല്ലെങ്കിൽ ഒരു പക്ഷേ എല്ലാവരും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയേനെ. എന്തായാലും ഇന്ന് അടിപൊളി ചടങ്ങായിരുന്നു കേട്ടോ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും പോയി. രാശി കുഞ്ഞമ്മയും കുക്കും അവസാനമായിട്ട് പോയിട്ടോ, അവരൊക്കെ പോയി. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. അപ്പം ഇതുവരെ നടത്തിച്ച എല്ലാവർക്കും വീണ്ടും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്താമെന്ന് കരുതിയപ്പോഴാണ് ശ്രീകുട്ടൻ ഒരു ഗിഫ്റ്റുമായിട്ട് വന്നേട്ടോ ലിജിക്കുള്ള. ലിജിക്കുള്ള ഗിഫ്റ്റ് ഒന്ന് കാണിക്കണേ. എനിക്കുള്ളത് ഇതാണ്, സ്പ്രേ ആട്ടോ, പെർഫ്യൂമാണ്, ബ്ലാക്ക് ഡാർക്ക്. ആ
ഓ അടിപൊളി കുപ്പിവള. അവിടുത്തെ ആന്റി പുതിയ മോഡൽ പുതിയ മോഡൽ ഏതാന്ന് വെച്ചപ്പോൾ എടുത്തതാണോ? എടുക്കണേ കേട്ടാ. മാവേണ്ട കേട്ടാ. മാമൻ്റെ മോൾ സ്മൃതി വാവ. ഇതാണ് ഞങ്ങളത് റീപ്ലേസ് ചെയ്ത വാവ. ആ പാഴ സ്മൃതി വാവാന്ന് വിളിക്കാം. എന്തുവാ ആർക്കാ? ആ അവന് അമ്മ അച്ചാറ് കച്ചവടം. അപ്പം എനിക്ക് കിട്ടിയ പെർഫ്യൂസ് നീ കൂടെ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇതിക്കൂടെ സൂപ്പർ പെർഫ്യൂം കേട്ടോ. നല്ല കേറും. പിന്നെ ഇങ്ങനെ അളവ് കണ്ടുപിടിച്ചെന്നാ ഞാനും വിചാരിക്കുന്നേ. ആ ശരി വലുതാന്ന് തോന്നില്ലേ? ഇവൻ ചെന്ന് പറഞ്ഞ കേട്ടോ എനിക്ക് തടിയുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാടാ നീ. പിന്നെ അത് നീ കൊണ്ടുപോയോ? കണ്ടിട്ട് അളവ് വെച്ചോ. നീ മിടുക്കനാ. നീ സുലൈമാനല്ല ഹനുമാൻ. ഇല്ല വെച്ച് കമ്മല് ആ വള കമ്മല് വളയൊക്കെ മേടിച്ചു തരും. നാളെ കമ്മല് മേടിച്ചോണ്ട് നോക്ക്. ആ അമ്പലത്തിൽ ഉത്സവത്തിന് ഇപ്പൊ കമ്മല് മേടിച്ചോണ്ടിരുന്നു. അടിപൊളി കമ്മല്. അതുകൊണ്ട് ഒത്തിരി അടുത്ത സ്ഥലങ്ങളിൽ പോയി. ശ്രീകോട്ടം വേണ്ടി അടിപൊളി. എന്റെ മോന് പക്ഷെ നീ കൂടെ അവിടെ കടത്തതില്ലല്ലോ. ചവിട്ടും ഭയങ്കര ചവിട്ട് കൂടെ കിടന്നാലേ അറ്റത്ത് നടക്കുന്ന ചവിട്ടി തറയില്ല നമ്മളെ. ആ അമ്മ ചവിട്ടും ഭയങ്കരമായിട്ട് കിട്ടും. ഒരു ദിവസം ലിജി ചവിട്ടി ഞാൻ കൂട്ടി. ലിജിനെ ചവിട്ടി ഞാൻ കൂട്ടി ഒരു ദിവസം. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് പറ. വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറ. എന്തായാലും നമ്മുടെ വീട്ടിൽ വിഷ് ചെയ്യല്ലോ ആരെങ്കിലുമൊക്കെ. എല്ലാവർക്കും താങ്ക് യു. അച്ഛനേമ്മ കിടന്നോ? അച്ഛൻ കിടന്നു. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരുണ്ട് കേട്ടോ. എനിക്ക് പ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് എല്ലാവരും പോയി. അപ്പോൾ എല്ലാവർക്കും ബൈ പറ. ബൈ ബൈ. ബൈ.